ശ്രീജസ് റെസിപ്പി വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ വിഭവം കൂട്ടുകറിയാണ്. എല്ലാവരും ഇത് ചെയ്യാറുണ്ട്, പക്ഷെ പല നാട്ടിലും പല രീതിയിലാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം കൂടിയിട്ടാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇതിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പെല്ലാം നന്നായി കഴുകി വൃത്തിയായതിനു ശേഷം ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 50 ഗ്രാം കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സ്മാഷായിട്ട് വേവിക്കരുത്. ജസ്റ്റ് നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഒന്നിങ്ങനെ പൊട്ടിക്കാൻ കിട്ടിയാൽ മതി. അതുപോലെ ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ അതെ ഇതുപോലെ. ഇതിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള ചേന, ഞാനിപ്പോൾ ഇതൊരു 1/4 കിലോ ചേനയാണ് അരിഞ്ഞു വെച്ചത്. സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ചേന വെന്ത് വരുമ്പോൾ നമുക്കിത് സ്പൂൺ കൊണ്ട് നോക്കുമ്പോൾ അറിയാം ചേന വെന്തിട്ടുണ്ടാകുന്നു. അങ്ങനെ ചില ചേന പെട്ടെന്ന് വെന്ത് വരാറില്ലല്ലോ, ഇത് പെട്ടെന്ന് വേകും. അപ്പോൾ ചേന വെന്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ 1/4 കിലോ കുമ്പളങ്ങ ഇതുപോലെ സ്ക്വയറിൽ ചേന അരിഞ്ഞ പോലെ തന്നെ സ്ക്വയറിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി നമുക്കൊരു 3/4 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കറിക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത് ഡ്രൈ ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇനി വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട. പിന്നെ കുമ്പളങ്ങിൽ നിന്നും വെള്ളം വരുമല്ലോ. അപ്പോൾ ഇതൊന്ന് ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. അത് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 തേങ്ങയാണ് ചിരവി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അരയ്ക്കാനും ഉണ്ട് മിക്സിയിൽ, പിന്നെ ലാസ്റ്റ് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ വറുത്തെടുക്കാനുള്ളത് ഒരു 3-4 സ്പൂൺ തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു 3/4 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങയെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4-5 സ്പൂൺ വെള്ളം മതി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ലാതെ നന്നായിട്ട് സ്മാഷായി അരയേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 സ്പൂണ് വരുന്ന പോലെ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കട്ട ശർക്കര ചേർത്തത് 2 സ്പൂണിൻ്റെ അളവിൽ ചേർത്തിയാൽ മതി. ശർക്കര നന്നായി അലിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ഒതുക്കിയാൽ മതി, അല്ലാതെ ഒന്നും നന്നായി അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയും ഈ പച്ചക്കറിയെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സായിട്ട് വരണമല്ലോ. അപ്പോൾ നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിനൊന്ന് മൂടി വയ്ക്കാം. ചേനയും കുമ്പളങ്ങയും എല്ലാം തേങ്ങയിലേക്ക് നന്നായി മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. ഇനി കടുക് തിളയ്ക്കുക. ചൂടായ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകിട്ട് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് ഒരു 3 എണ്ണം പൊട്ടിച്ചതിട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി മൂത്തതിന് ശേഷം തേങ്ങ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വേപ്പിലയും ഇട്ട് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് ഫ്രൈ ആവണം, ഒരു ബ്രൗൺ കളർ ആവണത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ഈ കറിക്കൊരു നല്ലൊരു മണം ഫ്ലേവറൊക്കെ വരുള്ളൂ. ഇതുപോലെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിന് ഈ കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഒന്ന് കൊളുത്തിയിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലൊക്കെ ഒന്ന് ഈ കൂട്ടുകറിയിൽ ഈ തേങ്ങയുടെ മിക്സൊക്കെ ഒന്ന് പിടിക്കാനാണ് നമ്മളിതൊന്ന് ഗ്യാസ് വീണ്ടും കൊളുത്തുന്നത്. നന്നായി മിക്സ് ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ആക്കുക. നമ്മുടെ കൂട്ടുകറി ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ കൂട്ടുകറി ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് ഉടനെ കാണാവുന്നതാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.